യേശുവെ സ്തുതി, യേശുവെ നന്ദി. എൻ്റെ പേര് മോളി. ഞാൻ പെരിന്തൽമണ്ണ സെൻറ്റ് അൽഫോൺസ ഫൊറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 മാർച്ച് 6-നാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ആൾത്താരയിൽ ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ മീറ്റിൽ 8 സാക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് 3-ാമത് പുതുക്കിയപ്പോഴും 4-ാമത് പുതുക്കിയപ്പോഴും ഉള്ള ഉടമ്പടി സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാവുന്നത്. ആദ്യം തന്നെയായിട്ട് ഞാൻ 2019 തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡിനൊരു വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ കേസിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾക്കെതിരായിട്ട് കൊടുത്തതായിരുന്നു. പക്ഷെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ സത്യം ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് പ്രാർത്ഥിച്ചത്. അത് 1, 2, 3 പുതുക്കി കഴിഞ്ഞപ്പോഴും ഞാൻ അതുപോലെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. 4-മതായപ്പോൾ ഈ നവംബറിലായപ്പം ആ കേസ് തള്ളിക്കളയുകയും അതിൻ്റെ ട്രയൽ നിർത്തിവെക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ ജഡ്ജി മാറി വന്നിട്ട് ജഡ്ജി പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് ആരാണ് ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു. ഇതങ്ങനെ ഒരു നിസ്സാര കാര്യമാണല്ലോ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമത് പിന്നെ ഞാൻ ഉടമ്പടി 3-ാമത് പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ്. അത് ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ലോണിന് വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ ലോണ് ചെല്ലുമ്പോൾ മാനേജർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. പിന്നീട് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മാതാവേ ഞങ്ങൾക്ക് ഒരു ലോണ് വാങ്ങിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഹസ്ബൻഡ് ചെന്നപ്പം മാനേജർ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് എന്താ കാര്യം, ഞങ്ങളെ അറിയുന്ന മാനേജർ പോലെ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ അറിയില്ല. അപ്പോൾ എനിക്കൊരു കടയുണ്ട്, എന്നെ അറിയുന്നതാണെന്ന് മാനേജർ പറഞ്ഞു. എനിക്ക് അറിയുമോയെന്നും അറിയില്ല, ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. പക്ഷേ മാനേജർ അത് അക്കൗണ്ടിലേക്ക് അന്നേരം തന്നെ പൈസ കൊടുത്തു. ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ 7 പ്രാവശ്യം 21 ദിവസം ചെല്ലാതെന്നായിരുന്നു. 3-ാമത്തെ ദിവസം തന്നെ ലോണ് കിട്ടി. പക്ഷേ ഞാനത് 21 ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലിക്കൊണ്ടിരുന്നു. പിന്നെ എന്തൊരു കാര്യത്തിനും ഈശോയോടും മാതാവിനോടും ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് 4-ാമത് പുതുക്കിയപ്പം കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ, ഞങ്ങൾ കുടുംബസമേതം വന്ന് അച്ഛനെ കാണാനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഹസ്ബൻഡിനും മോൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ പ്രാർത്ഥിച്ചു. അതിലെൻ്റെ മോൾക്ക് വയറുവേദനയായിരുന്നു. അവൾ ഹോസ്റ്റലിലായിരുന്നു. ആ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവൾക്ക് 1 മാസത്തോളം വയറുവേദനയായിട്ട് ആസിഡിറ്റി ആയിട്ട് ഭയങ്കര വേദനയാണ്. കാരണം വെച്ചാൽ എന്ത് മരുന്ന് കൊടുത്തിട്ടും കുറയുന്നൊന്നുമില്ല. പിന്നെ അവസാനം ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഫുഡ് നോക്കിയാൽ മതിയെന്ന്. പിന്നെ ഞാനത് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അവളുടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ ഇന്ന് വരെ അവൾ എല്ലാ ഫുഡും കഴിക്കും, ഒരു വയറുവേദനയില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ അവൾക്ക് അലർജി ഉണ്ടായിരുന്നു, അലർജിയും തുമ്മലും, അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. പിന്നീട് അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവൾ എക്സാം എഴുതുമ്പോൾ ഞാൻ എപ്പോഴും ഉടമ്പടി കാശ് രൂപം കൊടുത്ത് അവരവിടെ എക്സാം എഴുതുമ്പോൾ ഞാനിവിടെ ബൈബിൾ വായിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസപ്രമാണം ചൊല്ലി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ 2 മണിക്കൂറാണ് 2 മണിക്കൂർ, 3 മണിക്കൂറാണ് 3 മണിക്കൂർ. അത് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ഞാനും ചെല്ലുമായിരിക്കും. എക്സാം കഴിഞ്ഞ് അവർ വിളിക്കുമ്പോഴാണ് ഞാൻ ഏറ്റുപോരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചൊല്ലി കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് എഴുതിക്കുമെന്ന് ഞാൻ പറയും. അവൾക്കും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. 97% കിട്ടണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെ മാതാവ് അവൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് 25 വർഷമായിട്ട് പുള്ളിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പേ ഞാൻ പറയേണ്ടതായിരുന്നു സാക്ഷ്യം, പക്ഷേ അത് മുഴുവൻ പോയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറയാതിരുന്നു. അപ്പോൾ ഇപ്പോൾ ശ്വാസം മുട്ട് എൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ഞാനത് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഒട്ടും എന്തെങ്കിലും പൊടി അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അലർജിയും തുമ്മലും, രാവിലെയൊക്കെ ഭയങ്കര തുമ്മലായിരിക്കും. അപ്പോൾ ഞാൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം, ഞങ്ങളെല്ലാവരും കൂടെയാണ് ഉടമ്പടി പ്രാർത്ഥന വൈകുന്നേരം ചെല്ലുന്നത്. അപ്പോൾ ആ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊടുക്കും, തേൻ കൊടുക്കും. ഇതെല്ലാം ചെയ്ത് ഇപ്പം പൂർണ്ണമായി മാറി. പിന്നെ ഞങ്ങൾക്ക് ആർക്കും കൊറോണ വന്നില്ല, പുള്ളിക്ക് മാത്രം ഒമിക്രോൺ വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ദൈവമേ ഞങ്ങൾ പേടിച്ചിരിക്കുക, കാരണം ശ്വാസം മുട്ടുള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ മാതാവ് അത് ഒരു ദിവസം മാത്രം ഒരു പനി വന്നു, പിന്നെ കുറച്ച് തൊണ്ടവേദന വന്നു, ഒരു ശ്വാസം മുട്ടോ ചുമയോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊടുക്കും, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പ് കൊടുക്കും, തേൻ കൊടുക്കും, അത് ഇഞ്ചി നീരിൻ്റെ അത് തേൻ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം കോവിഡ് വന്നൊന്നും അല്ലെ ഒമിക്രോൺ വന്നു എന്നോ പറയില്ല. അപ്പോൾ ഒരു കുഴപ്പമില്ല, സ്കൂളിൽ പോകുന്നുണ്ട്, അധ്യാപകനാണ്. പിന്നെ 2020 ഈ പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിച്ച പിന്നെ എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ ഞാൻ മുടക്കിയിട്ടില്ല. അതെനിക്ക് എൻ്റെ ഈശോയോ അമ്മയും തന്നെ ഒരു അനുഗ്രഹമെന്ന് മാത്രം ഞാൻ പറയാം. കാരണം വെച്ചാൽ എനിക്ക് അതിന് വീട്ടിൽ നിന്ന് തന്നെ 5 മണിക്ക് എഴുന്നേക്കും,
പിന്നെ ഞാൻ ജപമാല ചൊല്ലും, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന, പിന്നെ ഓൺലൈനാണെങ്കിൽ കുർബാന കൂടും. അത് ഇതുവരെയും മുടക്കിയിട്ടില്ല. അപ്പോൾ അത് മുടക്കാതെ തന്നെ ഈശോ അമ്മയും എന്നെ സഹായിച്ച്. പിന്നെ എനിക്ക് 2020 അച്ഛന് കൈവെപ്പ് ഇവിടെ ഉടമ്പടി പ്രാർത്ഥന നടത്തിയപ്പം ഞാൻ യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ തൈറോയിഡിൻ്റെ പ്രശ്നവും ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു. അത് ഞാൻ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് രോഗമുള്ള എവിടെയാണോ അവിടെ നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അത് ഞാൻ അടിവയറ്റിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് തൈറോയിഡും ഇല്ല, അതുപോലെ തന്നെ ഫൈബ്രോയിഡും ഇല്ല. അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്കേ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾക്ക് OET കിട്ടണം ചേച്ചി, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ OET എക്സാം പാസ്സായി എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹം അമ്മയും മാതാവും ഈശോയും ആയിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഏതൊരു കാര്യത്തിന് ഈ കാശ്രൂവാണ് എൻ്റെ ശക്തി എന്ന് പറയും. അത് മുറുകെ പിടിച്ചിട്ടാണ് എപ്പോഴും എൻ്റെ ഇരിക്കുന്നത്. പിന്നെ ബൈബിൾ വായിക്കുന്നതോ, അതുപോലെ തന്നെ ഓൺലൈൻ ഇവിടെ കൃപാസനത്തിൽ നിന്ന് എന്തെല്ലാം പ്രാർത്ഥനകൾ ഓൺലൈനിലുണ്ടോ അത് ഓൺലൈൻ തന്നെ ആ സമയത്ത് തന്നെ എനിക്ക് കൂടണം. അത് പിന്നീടാണെന്ന് വെക്കില്ല, അപ്പം തന്നെ ഞാൻ കൂടും. അങ്ങനെ തന്നെ. പിന്നെ വചനം, സങ്കീർത്തനങ്ങൾ, അതുപോലെ തന്നെ എല്ലാ വചനം മനപ്പാടമാക്കിയിട്ട് ഓരോ പ്രവൃത്തിയും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ആ വചനം പറഞ്ഞാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ജപമാല ചൊല്ലിയിട്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത്. അപ്പം അത്രയും അനുഗ്രഹമാണ് എനിക്ക് അമ്മയെ ഈശോ തന്നത്. ഇനി എൻ്റെ ഒരു ഏറ്റവും വലിയ 3 ആഗ്രഹം മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തരാനുണ്ട്. അത് തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി എനിക്കൊരാഗ്രഹം അമ്മയോട് ഇവിടെ നിന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ അങ്ങ് മലപ്പുറത്താണ്. 6-7 മണിക്കൂർ സമയം എനിക്ക് യാത്ര ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഒന്നുമില്ല. പെട്ടെന്ന് വന്നു ഉടമ്പടി എടുത്ത് പുതുക്കി പോവുക, അത് മാത്രമാണ്. എനിക്ക് അമ്മയ്ക്കൊരു മുറി, എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക് എനിക്ക് 2 മുറി വേണമെന്ന് എനിക്ക് അമ്മയോട് ആഗ്രഹമുണ്ട്. അതെനിക്കിത് അമ്മ സഹായിച്ചാൽ ഞാനത് എനിക്ക് തരും പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കും മറ്റുള്ളവർക്ക്, ദൂരെയുള്ളവർക്കൊക്കെ വന്ന് താമസിച്ച് അമ്മയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനും അമ്മയുടെ വചനം കേൾക്കാനും എല്ലാത്തിനും അത് സഹായിക്കുമല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. അതിന് അമ്മ എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനെ